And the investigating agencies like the ED and the CBI, which are being used as the tools of the ruling party for its political agenda to be advanced. This way, the entire institutional structure is being destroyed. So what is being done is to destroy the constitution and the institutional structure so that we can change, or BJP RSS can change this secular democratic India into their version of a rapidly intolerant, authoritarian, fascistic Hindutva Rashtra. That will be the end of democracy, the end of our constitution in India. That has to be prevented and that has to be defeated. ഇക്കഴിഞ്ഞ 10 കൊല്ലക്കാലം വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യ പൊരുതി നേടിയ ഇന്ത്യയുടെ ഭരണഘടനയെ പതുക്കെ തകർക്കുന്ന സമീപനത്തിലേക്ക് BJP മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ 4 തൂണുകളുണ്ട്. അതിലൊന്ന് ഞാൻ സംസാരിച്ചു തുടങ്ങിയ നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനമായ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനമാണ്. 2 നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ്. 3ാമത് ഫെഡറലിസമാണ്. 4ാമത്തേത് സാമൂഹിക നീതിയാണ്. ഈ 4 അടിസ്ഥാന ഘടകങ്ങളെയും BJPയും RSSും ചേർന്ന് തകർക്കുകയാണ്. മറ്റൊന്ന് ഈ ഭരണഘടനയുടെ തന്നെ സ്ഥാപനങ്ങളാണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ. പാർലമെന്റ് തന്നെ അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പാർലമെന്റ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പലപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന EDയും അതുപോലെ CBI ഉൾപ്പെടെയുള്ള നേരത്തെ സ്വതന്ത്രമായുള്ള ഏജൻസി. ആ സ്വതന്ത്ര ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ BJPയും RSSും ശ്രമിക്കുകയാണ്.